ഇനി നന്ദിയോടെ ഓർക്കുക പപ്പയും മമ്മിയാണ്. ജന്മം നൽകി വളർത്തിയതിന്, ഈ ബലിപീഠമാണ് ഏക ആശ്രയമെന്ന് പഠിപ്പിച്ചതിന്, ഇത്രത്തോളം സ്നേഹത്തിൽ ഞങ്ങൾ രണ്ടുപേരെയും വളർത്തിയത് പപ്പ ഞാൻ പപ്പയോട് വളരെ കുറച്ച് നാൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. കാരണം ഞങ്ങൾ സുഖമായി ജീവിക്കാൻ വേണ്ടി പപ്പ വിദേശത്ത് ഒരുപാട് നാൾ ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിയത്. അതുപോലെ മമ്മി സർവീസ് സ്കൂളിൽ ആയിട്ട് ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിയത്. നിങ്ങൾ രണ്ടുപേരും സഹനത്തിന് ഈ നിമിഷം ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അതുപോലെ ജന്മം കൊണ്ട് ഞാൻ നിഖിലിന് ചേട്ടനാണെങ്കിലും കർമ്മം കൊണ്ട് പലപ്പോഴും അവൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തായിരുന്നു. കാരണം വീട്ടിൽ പപ്പ ഇത്ര നാൾ വയ്യാതായി കിടന്നതോ ഇതുപോലെ എന്താവശ്യം വന്നിട്ടുണ്ടോ ഒരാവശ്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല, ഒന്നും എന്നെ അറിയിക്കുകയില്ലായിരുന്നു. കാരണം എൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യവും അവൻ ക്രമീകരിച്ചു. എൻ്റെ സെമിനാരി ജീവിതം ഇന്ത് മനോഹരമായിട്ട് അവസാനിച്ചിന്ന് ഞാൻ പുരോഹിതനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഏറെ നന്ദിയോടെ ഓർക്കുക അവനെയാണ്. കാരണം എൻ്റെ ഏത് ആവശ്യങ്ങൾക്കും അവന് ഏറ്റവും മുമ്പിലുണ്ടായിരുന്നു. ഇന്ന് ഞാൻ സുഖമായിരുന്നു ഇവിടെ നിൽക്കുന്നതിന് മറ്റൊരു കാരണം എല്ലാ കഷ്ടപ്പാടുകളും അവൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തത് കൊണ്ടാണ്. ഈ നിമിഷം അവനെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് മുതൽ ബാവ തിരുമേനി പറഞ്ഞതുപോലെ ഈ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ നിങ്ങളുടെ മകനുണ്ട്. എൻ്റെ എല്ലാ ബലികളിലും ഇനി നിങ്ങളും എന്നോടൊപ്പമുണ്ട്.